ബൈക്ക് ഓടിക്കുമ്പോൾ അമ്മ പറയും നിന്റെ കൂടെ വരാൻ തന്നെ പേടിയാകണമെന്ന്. അനിയത്തി ചോദിക്കും നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയോടാന്ന്. അച്ഛൻ പറയും നിന്റെ കൂടെയൊക്കെ മനുഷ്യൻ വരുമോന്ന്. കാമുകി ചോദിക്കും നീ എന്നെ കൊല്ലാൻ കൊണ്ടുപോവാണോന്ന്. പക്ഷെ കൂട്ടുകാരൻ പറയും നീ ഓടിക്കണാളെയാ, ചാവാണ് രണ്ടുപേരും കൂടി ഒരുമിച്ച് ചാവാണ്. സംഭവം എന്താ അറിയോ, ഈ ബാക്കിയുള്ളവരെല്ലാം പറയുന്നത് അവരുടെ സ്നേഹം കൊണ്ടാണ്. ഈ ചങ്കെന്ന് പറയുന്ന ആളുണ്ടല്ലോ, അവനെ കൊലക്കി കൊടുക്കുന്നതേ ഉള്ളൂ, ഉറപ്പാണ്. നമുക്കറിയാലോ, കുറെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറയാൻ പൊതുവെ പതിയെ പോകുന്ന ആളാണ്. ഓക്കെ, ബൈക്കാണെന്നുണ്ടെങ്കിലും ഏത് ബൈക്കാണോ യൂസ് ചെയ്യുന്നത് അതിന് ബേസ് ചെയ്തിട്ട് നമുക്കറിയാലോ. ആക്സിലറേഷൻ, അപകടകരമായിട്ടുള്ള ഒരു ഓവർടേക്കിംഗ് ഞാൻ ചെയ്യാറില്ല, അതൊന്നും. പിന്നെ ഒരു ആവറേജ് സ്പീഡിലേ പോകാറുള്ളൂ. ഞാനിപ്പോൾ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ ഒരാൾ തന്നെ കളിയാക്കാറുണ്ടായിരുന്നു, ഞാൻ പതുക്കെ പോകുന്നു എന്നുള്ള രീതിയിൽ കൂടെ, അതിനെക്കാട്ടിയും നടന്നു പോകുന്നതാണെന്നൊക്കെ ഞാൻ പറഞ്ഞ് കൂട്ടം ചേർന്ന് തന്നെ കളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ റോഡ് ക്രോസ് ചെയ്യുന്ന കണ്ടിട്ട് തന്നെ കളിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അതായത് വണ്ടി നിർത്തിയതിനു രണ്ട് സൈഡിൽ നിന്നൊക്കെ നോക്കി പോകുന്നത്. പക്ഷേ എനിക്കതുകൊണ്ട് വലിയ ഇതൊന്നും തോന്നിയിട്ടില്ല. ഒന്നാമത്തെ കാരണം ഞാൻ എൻ്റെ സേഫ്റ്റിക്കാണ് മുൻഗണന കൊടുക്കുന്നത്. ഇവിടുത്തെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പറഞ്ഞിട്ടല്ലോ, ഇപ്പൊ അമ്മയോ അച്ഛനോ പെങ്ങളോ ഒക്കെ ഈ പറഞ്ഞൊക്കെ അവൻ്റെ കൂടെ പോകാൻ പേടിയാണ്. ഓക്കെ, സൂക്ഷിച്ച് പോകണമെന്നൊക്കെ പറയാല്ലെന്നുണ്ടെങ്കിൽ. പക്ഷെ ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നീ വിട്ടോളിയാന്ന് പറയും. കാരണം ഇവൻ കിടന്നു കഴിഞ്ഞാൽ അവൻ കുഴപ്പമില്ല. 2 ദിവസം വല്ല എന്തെങ്കിലും ഇതൊക്കെ കാണിക്കുമായിരിക്കും, 3 ദിവസം ആവാനത് മറക്കും. പക്ഷെ വീട്ടുകാരാ, ഇപ്പൊ ഇവൻ കിടന്നു പോയെന്നിരിക്കട്ടെ, മരിച്ചില്ല, കിടന്നു പോയെന്നിരിക്കട്ടെ, കൂട്ടുകാരൻ വന്ന് നോക്കൂ? ഇല്ല. 2 ദിവസം കാണാൻ വന്നത് നോക്കുമായിരിക്കും, എന്നിട്ട് പോകും. പക്ഷെ അവൻ ജീവിതകാലം മൊത്തം കടന്നാലും വീട്ടുകാർ അവനെ നോക്കും. നോക്കിയാലേ പറ്റത്തുള്ളൂ. മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നു അത് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കാണും, അങ്ങനെ മറ്റുള്ളവരെ ഷോ ഓഫ് ചെയ്യാനായിട്ട്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും വണ്ടിക്കകത്ത് സ്പീഡിന് പോകരുത്. ഓക്കെ, നമ്മളുടെ സേഫ്റ്റി നമ്മൾ മുൻനിർത്തി പോവുക എന്നുള്ളതാണ്. ഹെൽമെറ്റ് വയ്ക്കുക, ബൈക്കാണെങ്കിൽ ഹെൽമെറ്റ് വയ്ക്കുക, കാറാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടുക. അപകടകരമായിട്ടുള്ള ഓവർടേക്കിംഗ് ഒഴിവാക്കുക കംപ്ലീറ്റ്ലി. അപ്പം നമുക്ക് കോൺഫിഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഓവർടേക്കിംഗ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ഓവർടേക്കിങ്ങിനകത്താണ് നല്ലൊരു ശതമാനം ആക്സിഡൻസ് നടക്കുന്നത്. അപ്പം അങ്ങനെയുള്ള നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നേരത്തെ എത്താൻ വേണ്ടി, അല്ലെങ്കിൽ സമയത്ത് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ താമസിച്ചായിരിക്കും ഇറങ്ങുന്നത്, സ്പീഡ് കൂട്ടി പോകും. അങ്ങനെ ചെയ്യരുത്. നേരത്തെ നിങ്ങൾക്ക് സമയത്ത് എത്തണം എന്നുണ്ടെങ്കിൽ നേരത്തെ ഇറങ്ങുക എന്നുള്ളതാണ്. ചിലപ്പോൾ ട്രാഫിക് ചെയ്യണം, വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് നേരത്തെ ഇറങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അല്ലാതെ ധൃതി പിടിച്ചിട്ട് പോവാതിരിക്കുക. അല്ലെങ്കിൽ മറ്റേ നിങ്ങൾ താമസിച്ചാണ്, ലേറ്റായി പോയി, പോട്ടെ, കുറച്ച് പതുക്കെ പോയാലും മതിയെന്ന് വെക്കുക. ഇനി എത്ര വലിയ കാര്യമാണെന്നുണ്ടെങ്കിൽ, ഇനി ജീവനെക്കാട്ടിയും വലുതല്ലല്ലോ അത്. ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും, ഇപ്പോൾ ജോലിയുടെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലും എക്സാം ആണെന്നുണ്ടെങ്കിലും, നിങ്ങൾ അത്യാവശ്യം വൈകിന്നിരിക്കട്ടെ, പിന്നെ നിങ്ങൾ എന്തായാലും മേ ബി അത് ചിലപ്പോഴും നിങ്ങളുടെ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് കരുതുക. അതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ജീവൻ ഇല്ലെങ്കിൽ പിന്നെ ബാക്കി എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. ജീവനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്ത് നേടിയിട്ടും കാര്യമില്ല. സോ നിങ്ങൾ ഈ ഓവർടേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഈ സ്പീഡ് കൂട്ടാനൊക്കെ നിങ്ങളെ നിർബന്ധിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അത് നല്ല ഫ്രണ്ട്സ് ഒന്നും അല്ല. ഓക്കെ, മേ ബി അവരുടെ ഒരു കോൺഫിഡൻസ് വെച്ചിട്ടായിരിക്കും പറയുന്നത് നിങ്ങളെടുത്ത് കാര്യം. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള ഇത് കാണത്തില്ല, സ്കില്ല് കാണണമെന്നില്ല. സ്കില്ല് ഒരു പ്രധാനമാണ്. പക്ഷെ ഈ പറഞ്ഞ സ്കില്ല് ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ഈ അടി പിഴയ്ക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ പോലും മരിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഈ പറഞ്ഞ കണക്ക് ചെറിയൊരു അശ്രദ്ധ മതി. ഓക്കെ, അത് എന്താണെങ്കിലും കാർ ഓർ ബൈക്ക് എന്തോ ആയിക്കോട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഒരുപാട് ആളുകൾ കാണും, ഈ സ്പീഡ് കൂട്ടാനും അല്ലാണ്ട് ഈ ഓവർടേക്ക് ചെയ്യാനൊക്കെ. പക്ഷെ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഇഷ്യൂ വന്നു പോയി കഴിഞ്ഞാൽ നിങ്ങളോ നിങ്ങളുടെ വീട്ടുകാർ മാത്രമേ കാണത്തുള്ളൂ അനുഭവിക്കാൻ, വേറെ ആരെയും കാണത്തില്ല. ഓക്കെ, അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഓവർടേക്ക് മാത്രം ചെയ്യുക. സ്പീഡ് ഈ പറഞ്ഞതുപോലെ വേറെ ആർക്കും വേണ്ടിയിട്ട് നിങ്ങൾ കൂട്ടരുത്. പതുക്കെ പോവുക. അതായത് ഈ പറഞ്ഞതുപോലെ ഒരു ആവറേജ് സ്പീഡിൽ മാത്രം പോവുക. അല്ലെന്നുണ്ടെങ്കിൽ അത് ഓരോ സ്ഥലങ്ങളെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, നിങ്ങൾ ചില ഡ്രൈവേഴ്സ് ഒക്കെ ഉണ്ട്, ഭയങ്കര ശല്യമാണ്. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് കിടന്ന് സ്ലോ ആയിട്ട് വന്നു. ഞാൻ അതിൻ്റെ കാര്യം എന്നല്ല പറയുന്നത്, പ്രോപ്പർ ആയിട്ടുള്ള സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, അത്രയേ ഉള്ളൂ. താങ്ക് യു.